നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളേത്. ഞാൻ ചോദിച്ചത് കല്യാണ ജീവിതം, വിവാഹം, അങ്ങനത്തെ പരിപാടി. അപ്പൊ നമുക്കിന്ന് കുറച്ച് ഇലക്ഷൻ കോമഡികൾ പറഞ്ഞ് ചിരിക്കാം ഗായ്സ്. നമ്മളിപ്പോ കുറച്ചായാലും ഈ ഇലക്ഷൻ കോമഡികളൊക്കെ ചെയ്തിട്ട് നമ്മൾ റീസെന്റ് ചെയ്ത ഇലക്ഷൻ കോമഡികളെല്ലാം വൻ ഹിറ്റായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആ വീഡിയോകളെല്ലാം കണ്ട ഒരുപാട് ആളുകൾ ഇതിനടുത്ത പാർട്ട് ചെയ്യണമെന്ന് നമ്മളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇലക്ഷൻ കോമഡികളുമായി വീണ്ടും രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പൊ എല്ലാവർക്കും അറിയാം, ഇന്നലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഈ സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കുന്ന ദിവസമായിരുന്നു ഇന്നലെ. ആയതിനാൽ തന്നെ ഈ സ്ഥാനാർത്ഥി പത്രിക എല്ലാം സമർപ്പിച്ചതിന് ശേഷം ഇന്നലെ NDA സ്ഥാനാർത്ഥികളുടെ ചില പ്രചരണങ്ങൾ നടക്കുകയുണ്ടായി. നമുക്കറിയാം, ഈ NDA സ്ഥാനാർത്ഥികൾ പ്രചരണവുമായി കളത്തിലിറങ്ങി കഴിഞ്ഞാണെങ്കിൽ പിന്നെ മുട്ടൻ കോമഡിയാണ്. എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ആദ്യത്തെ കാൻഡിഡേറ്റിനെ തന്നെ വിളിക്കാം. അത് മറ്റാരുമല്ല, ടെസ്റ്റ് നമ്പർ 1 തൃപ്പൂണിത്തറ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഞ്ജലി നായർ. അപ്പൊ നമുക്ക് നേരെ അഞ്ജലി നായരുടെ ചില വാഗ്ദാനങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. അഞ്ജലി നായർ ജയിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇവിടെ എന്തൊക്കെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്നുള്ളത് അഞ്ജലി നായർ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. കുറച്ച് മാത്രം ഞാൻ വായിക്കാം, ഒരുപാടുണ്ട്, ഒന്നും വിട്ടുപോകരുത്, പ്രധാനപ്പെട്ടത് എന്ന് കരുതിയിട്ടാണ്. നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളേത്, അല്ലെ? ഇംഗ്ലീഷ് മീഡിയം ചേർക്കുക എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകുന്ന സ്വപ്നമാണ്. അത് ഇതിലൂടെ സാധ്യമാവാൻ പോവുകയാണ്. വാവ്, വളരെ വലിയൊരു പരിഷ്കാരമായിരിക്കും അത്. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കേരള വിദ്യാഭ്യാസം വേറെ ലെവലായിട്ട് മാറും, അതിൽ യാതൊരു സംശയവും വേണ്ട. എന്നാലും ഇത് വല്ലാത്തൊരു അനൗൺസ്മെന്റ് ആയി പോയി. ഇവിടുത്തെ സർക്കാർ സ്കൂളുകളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ എവിടെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ. കൊണ്ടുവരാണെങ്കിൽ ഇങ്ങനത്തെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം, അല്ല അഞ്ജലി നായരെ? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. ഞാൻ എപ്പോഴും ചോദിക്കുന്നത് തന്നെയാണിത്, എന്നാലും വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. ഈ മണ്ടന്മാരെ ഈ പാർട്ടി തെരഞ്ഞു പിടിച്ച് സ്ഥാനാർത്ഥികളാക്കുന്നതാണോ, അത് ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം ഇവർ മണ്ടന്മാരായി മാറുന്നതാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം വന്നിട്ട് ഏതോ കാലായി. ഇതൊന്നും ഇപ്പോഴും ഇതിനെ കുറിച്ച് അറിഞ്ഞില്ലാവോ? കഷ്ടന്നല്ലാണ്ട് എന്ത് പറയാനാണ് ഇതിനൊക്കെ. ഇനി ചേച്ചിയുടെ ചില ഇലക്ഷൻ പ്രചരണ കോമഡികൾ നമുക്കൊന്ന് കണ്ടോക്കാം. എന്റെ വോട്ടർമാരാണ്, ഓർമ്മയില്ലേ? എന്റെ വോട്ടർമാരാണ് ഇരിക്കുന്നത് എല്ലാവരും. ശരി, അടിപൊളി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഏത് ചിഹ്നത്തിൽ വോട്ട് ചെയ്യും? ചാക്ക ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം. അടിപൊളി. അപ്പൊ ഉഷാറാവട്ടെ കൊട്ടൽ. നമ്മളിങ്ങനെ ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. എന്തൊരു കെയറിംഗ് ആണ് ചേച്ചിക്ക്. അടുത്ത ജംഗ്ഷനിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാന്നൊക്കെ. BJP ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ചണ്ടോ കൊട്ടാൻ വന്ന കുറച്ച് ആൾക്കാരാണത്. അവരവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് വന്നതാണ്. അവർ ഏത് പാർട്ടിക്കാരെ വിളിച്ചാലും അവരോടൊപ്പം കൊട്ടാൻ പോകും. ഇന്നിപ്പോ BJP വിളിച്ചു കഴിഞ്ഞാണെങ്കിൽ BJP-നൊപ്പം പോകും, നാളെ LDF വിളിച്ചു കഴിഞ്ഞാണെങ്കിൽ LDF-ഒപ്പം പോകും. അങ്ങനെ അവർക്ക് പ്രത്യേകിച്ച് പാർട്ടി ഒന്നുമില്ല. ഇവർക്ക് ചണ്ട കൊട്ടാൻ കിട്ടിയാൽ മതി. അതിപ്പോ എല്ലാവരും അങ്ങനെ തന്നെ ആണല്ലോ. അപ്പൊ BJP-ക്ക് ചണ്ട കൊട്ടാൻ വേണ്ടി ഇവര് BJP-ന്റെ കോട്ട കിട്ടുമെന്നപ്പോ ചേച്ചി എന്ത് വിചാരിച്ചു? ഇവരെല്ലാരും BJP-ക്കാരാണെന്ന് വിചാരിച്ചു. അത്ര ബുദ്ധിയെ നമ്മൾ അഞ്ജലി ചേച്ചിന് തലയിലുള്ളേ. അപ്പൊ പിന്നെ ചേച്ചി നേരെ അങ്ങ് സ്വയം പ്രഖ്യാപിച്ച് എന്റെ വോട്ടർമാരാണ് ഇതൊക്കെ, അടുത്ത ജംഗ്ഷനിൽ നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാന്നൊക്കെ. എന്തോന്ന് പറയാനാണ് ഇതിനൊക്കെ അല്ലേ? കഴിഞ്ഞില്ല, ഇനി അടുത്തത് കണ്ടോക്കാം. നമസ്കാരം, എന്റെ പേര് അഞ്ജലി, ചിഹ്നം ചക്ക. അപ്പൊ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഒരു വനിതാ MLA ആക്കി തരണം. ഓക്കെ, രണ്ടുപേരുടെ തമ്മിൽ കുശലം പറയുന്നത് എല്ലാവരും പറയാം ചക്ക ചക്ക ചക്ക. സ്ഥിരം വന്നിരിക്കുകയാണല്ലേ? ജയിച്ചു ഞാനും വരാട്ടോ ഇരിക്കാൻ വരും ഉറപ്പായിട്ട്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ വരും, നോക്കിയിരുന്നോ? ജയിച്ചു കഴിഞ്ഞാണെങ്കിൽ ചേച്ചിന് പൊടി പോലും കാണില്ല. ഇതൊക്കെ നമ്മൾ എത്ര കേട്ടതാണ് ചേച്ചി. നമ്മൾ ഇന്നലെ രാഷ്ട്രീയക്കാരെ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അതുകൊണ്ട് ജയിച്ചു കഴിഞ്ഞാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണുന്നുള്ള ക്ലീശ ഡയലോഗ് ഒന്നും ആയിട്ട് വരണ്ട ചേച്ചി. ജയിച്ചു കഴിഞ്ഞാണെങ്കിലേ ചേച്ചിനെ വൈക്ക് കാണത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ചേച്ചിനെ അങ്ങ് പൊട്ടിച്ചേരാം. അതാകുമ്പോൾ ചേച്ചിക്ക് സൗകര്യം പോലെ കഥയിലേക്ക് ഇറങ്ങി നടക്കാമല്ലോ. ഇഷ്ടംപോലെ വയസ്സന്മാരായിട്ട് ഇരുന്ന് സൊള്ളുകയും ചെയ്യാം. മറ്റേത് ജയിച്ചു കഴിഞ്ഞാണെങ്കിൽ ചേച്ചി ഫുൾ ബിസി ആയി പോവില്ലേ? അതുകൊണ്ട് ചേച്ചിനെ അങ്ങ് 8 നില പൊട്ടിച്ചേരാം. എന്തേ മതിയോ? ഇനി അടുത്ത നോക്കാം. ഇതെങ്ങോട്ടാ ചേച്ചി ഓടുന്നത്? ചേച്ചിക്ക് തൂറാ മുട്ടുണ്ടോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. ബാക്കി ഉണ്ടാക്കി എന്തായാലും അമ്മച്ചിയുടെ മുഖഭാവം ശ്രദ്ധിച്ചത് നിങ്ങള്? സ്ഥാനാർത്ഥിയാണ് ചക്കാടെന്നൊക്കെ പറഞ്ഞപ്പോ ഇറങ്ങി പോവണ്ടേ എന്നുള്ളൊരു എക്സ്പ്രഷൻ അല്ലേ? പാവം, മൊത്തത്തിൽ ചമ്മി നാരെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സാരില്ല ചേച്ചി, പോട്ടെ, സാരില്ല. ഇനി ചേച്ചിയുടെ ഒരു പ്രസംഗം നമുക്ക് കേട്ടോക്കാം. കാരണം എനിക്കറിയാം, ഞാൻ 10 മിനിറ്റ് മാറി നിന്ന് എന്റെ 2 പെൺകുട്ടികളും എന്റെ അമ്മയും എന്റെ ഭർത്താവും ഒക്കെ വിളിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ചേട്ടന്മാരെ അച്ഛന്മാരെ ഒന്നും ഒഴിവാക്കിയിട്ടല്ല. ചേച്ചിക്ക് ഇനി ആരും ഒഴിവാക്കേണ്ട ആവശ്യമില്ല.
ഒരു 3-4 ദിവസം മാത്രം ചേച്ചിക്ക് ഇനി ഫാമിലി ആയിട്ട് വിട്ടുന്നാ മതി. അത് കഴിഞ്ഞാണെങ്കിൽ ചേച്ചിക്ക് ഫുൾ ടൈം 2 മക്കളുടെ കൂടെയോ ഭർത്താവിന്റെ കൂടെയോ അമ്മയുടെ കൂടെ ഒക്കെ സ്പെൻഡ് ചെയ്യാം. കാരണം 4 ദിവസം കഴിഞ്ഞാണെങ്കിൽ വോട്ടെടുപ്പ് വരുമല്ലോ. അത് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ചേച്ചിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ പ്രചരണത്തിന് ഓടി നടക്കേണ്ട ആവശ്യമില്ല. മാത്രവുമല്ല മെയ് 4 റിസൾട്ട് വരുന്ന സമയത്ത് ചേച്ചി പൊട്ടുകയും ചെയ്യും. അപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. അതുകൊണ്ട് തന്നെ ഒരു 3-4 ദിവസം കാക്കി ചേച്ചി, അതിന് ചേച്ചിക്ക് ഫുൾ ടൈം ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യാം. ചേച്ചിക്ക് നല്ലൊരു കുടുംബ ജീവിതം തന്നെ നയിക്കാം. അതിന് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഇതിനെല്ലാം ശേഷം ചേച്ചി തൃപ്പൂണിത്തറയില് ഒരു അമ്പലത്തിലെ അന്നദാനത്തിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചുള്ള ചേച്ചിയുടെ ചില ഷോ ഓഫ് ഉണ്ട് മക്കളെ, നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. അതെ അതെ അതെ, നിങ്ങളെല്ലാരും കഴിച്ചിട്ട് വേണേ പോകാനായിട്ട്. അതെ, കഴിച്ചിട്ട് പോകാൻ പറയാൻ. ചേച്ചിനെ വീട്ടിൽ നിന്നല്ലല്ലോ അന്നദാനം നടത്തുന്നത്. അല്ല, ഡയലോഗടി കേട്ടാൽ തോന്നുന്നു ചേച്ചിന്റെ വീട്ടിലാണ് അന്നദാനം നടക്കുന്നത്. ഇത് ഏതൊരു അമ്പലത്തിൽ അന്നദാനം നടക്കുന്നു, അവിടുത്തെ ആദ്യത്തെ പന്തിൽ കയറി ഇരുന്നിട്ട് ഡയലോഗ് അടിക്കാണ് ചേച്ചി കഴിച്ചിട്ട് പോണേന്നൊക്കെ. ഇതൊക്കെ കേൾക്കണം റബ്ബേ. ഇനി ചേച്ചിന്റെ ഒരു മാസ സാധനം നമുക്ക് കണ്ടോക്കാം. എന്താ മോളെ, ചക്ക തന്നെയല്ലേ താമര, താമര തന്നെയല്ലേ ചക്ക, ഞങ്ങൾക്ക് അറിയാം. ചക്ക ഇനിയിപ്പൊ തുറന്നു നോക്കിയാ താമര പോലെയല്ലേ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ ആ അമ്മ പറഞ്ഞ വാക്കുകളാണ്. ഏതമ്മ? ചക്ക എവിടെ കിടക്കണു, താമര എവിടെ കിടക്കണു? രണ്ടും തമ്മിൽ ആന ഉണ്ടാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത്. ചക്കയും താമര തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ബാക്കി ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമുണ്ടോ? എന്തായാലും ഇങ്ങനെ നീളുന്നു നമ്മുടെ അഞ്ജലി നായരുടെ കോമഡികൾ എന്ന് പറയുന്നത്. തൽക്കാലം നമുക്ക് അതവിടെ നിർത്താം. സമയപരിമിതി മൂലം ജസ്റ്റ് നമ്പർ 1 അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ജസ്റ്റ് നമ്പർ 2 സ്റ്റേജിലേക്ക് വിളിക്കാം. അത് മറ്റാരുമല്ല, ഏറ്റുമാനൂരിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ആദില ഡി നായർ. ഏറ്റുമാനൂരിൽ ജയിച്ചു കഴിഞ്ഞാലുള്ള ആദില ഡി നായരുടെ ചില വാഗ്ദാനങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം. എന്തൊക്കെ വികസനങ്ങളാണ് ഇനി കാണുന്നത്? ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളമാണ്. അത് എവിടെ ചെന്നാലും ഇപ്പൊ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് പോലും അനുഭവിക്കുന്നത് ഈ ഒരു പ്രശ്നമാണ്. അപ്പൊ കുടിവെള്ളം തന്നെയായിരിക്കും ആദ്യം നമ്മൾ നോക്കുക. പിന്നെ ഒരുപാട് പാലങ്ങൾ നമ്മൾ ചെന്നൈ, പൈമനം, തിരുവാർപ്പ്, നീണ്ടൂര് പോലുള്ള സ്ഥലങ്ങളിൽ പാലങ്ങളുടെ അഭാവം ഭയങ്കര ഒരു പ്രശ്നമാണ്. ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുമരകത്ത് ബോട്ടിൽ പോയിരുന്നു. നെല്ല് കർഷകരുടെ ദുരിതം അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ എത്ര നേരം കൊണ്ട് ബോട്ടിൽ ആൾക്കാരത് അവിടെ താമസിക്കുന്നവരും അങ്ങനെയാണ് പോകുന്നത്. ആൾക്കാർ ഈ നെല്ല് ഇതിന് വേണ്ടിയിട്ട് പോകുന്ന ജോലിക്കാരും ഒക്കെ അതൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പൊ പാലങ്ങൾ വളരെ അത്യാവശ്യമാണ്. റോഡുകൾ തിരുവാർപ്പിലോട്ടൊക്കെ ചെന്നാൽ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. നമുക്ക് സഞ്ചാരയോഗ്യമേ അല്ല. ചിലടത്ത് റോഡ് പണി തുടങ്ങാനായിട്ട് ഇട്ടിട്ട് അത് അടച്ച് ഇട്ടിരിക്കുക, പണി നടക്കാതെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വീടില്ലാത്ത എനിക്ക് നമ്മൾ അയ്മനത്തല്ലേ ഏട്ടാ, അവിടെ വീടിന്റെ പേരിന് കട്ടകൾ കെട്ടി 4 വശത്ത് ഇങ്ങനെ ഒരു പേരെന്ന് ചോദിച്ചാൽ വീടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ രീതിയിൽ ഒറ്റ മുറിയിലാണ് ഇവരെല്ലാവരും കൂടെ താമസിക്കുന്നതും. അപ്പോൾ അതൊക്കെ ശരിക്കും അവർക്കൊക്കെ സ്ഥലം സ്വന്തമായിട്ടുള്ളവർ. അപ്പൊ സുഖമായിട്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ടതാണ്. ഇവരാരും കൊടുത്തില്ല. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ വന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നോക്കും. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം തൊഴിലവസരമാണ്. നമ്മൾ മഞ്ചാടിക്കരിയൊക്കെ പോയിരുന്നു. അവിടെയുള്ള ആളുകളുടെ മൊത്തം അവർക്ക് വേറെ ഒന്നും വേണ്ട, അവർക്ക് അവിടെ തൊഴിൽ കൊടുത്താൽ മതി എന്ന് മാത്രം അവർ പറയുന്നത്. കാരണം അവർക്കൊക്കെ സ്വയം തൊഴിൽ വഴി രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ കുമരകം എന്തായിരുന്നു നമ്മുടെ പദ്ധതികളുണ്ട്, ടൂറിസം പദ്ധതികളുണ്ട്. ഇതൊന്നും ഇതിനൊക്കെ ഉള്ള സപ്പോർട്ട് നമുക്ക് ഈവൻ കേന്ദ്രത്തിൽ നിന്ന് പോലും തരുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഉള്ളവർ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ ഇതുപോലെ തൊഴിലില്ല എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ യുവാക്കൾക്കായിക്കോട്ടെ, കുറച്ച് അവിടെയൊക്കെ മഞ്ചാടിക്കരിയിലൊക്കെ പ്രായവർക്ക് പോലും തൊഴിലില്ലാതെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഇതായിരിക്കും നമ്മൾ ചെയ്തു കൊടുത്താൽ കിട്ടുന്നത്. അപ്പോ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇത്തവണ പത്രിക ഇറക്കിയപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ. എന്തൊക്കെ വാഗ്ദാനങ്ങളാണല്ലേ, വായ്ത്താളാണ് കേട്ടോ ചേച്ചിന്റെ മെയിൻ. ചേച്ചി വാഗ്ദാനങ്ങൾ നൽകി അങ്ങോട്ട് കേറി പോവാണ്. വെള്ളമില്ലാത്തവർക്ക് വെള്ളം, പാലമില്ലാത്തടുത്ത് പാലം, റോഡില്ലാത്തടുത്ത് റോഡ്, വീടില്ലാത്തവർക്ക് വീട്, ജോലി ഇല്ലാത്തവർക്ക് ജോലി, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം. ഇങ്ങനെ തുടങ്ങി ചേച്ചി നൽകാത്ത വാഗ്ദാനങ്ങളില്ല. അല്ല, വാഗ്ദാനങ്ങളൊക്കെ നൽകാൻ ഇപ്പൊ ആർക്കും പറ്റും. എനിക്കും പറയാലോ, ഞാൻ ജയിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ ആർക്കും വാഗ്ദാനങ്ങൾ തട്ടിവിടാം, പ്രത്യേകിച്ച് BJP-ക്കാർക്ക്. കാരണം ഇവർക്കറിയാം ഇവര് പൊട്ടുന്നുള്ളത്. അപ്പൊ പിന്നെ വായി തോന്നിയ വാഗ്ദാനങ്ങളൊക്കെ നൽകാലോ. ഇനി പൊട്ടിക്കഴിഞ്ഞാണെങ്കിൽ അവർക്ക് അത് വെച്ച് പറയാനൊരു എക്സ്ക്യൂസ് ആയല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, എന്നെ ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാണെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാന്നൊക്കെ, എന്നെ ജയിപ്പിച്ച് വിട്ടുകൂടായിരുന്നു എന്നൊക്കെ ഇവർക്ക് തട്ടിവിടാലോ. അതിനും കൂടി വേണ്ടി ആവണം ഇങ്ങനത്തെ വാഗ്ദാനങ്ങളൊക്കെ നൽകിയത്. കൊള്ളാൻ കേട്ടെന്തായാലും നല്ല നല്ല വാഗ്ദാനങ്ങൾ. ഇനി ഇതെല്ലാം കഴിച്ച് നമ്മുടെ ആതിര ചേച്ചി ഏറ്റുമാനൂരിലെ ഒരു അമ്പലത്തിൽ അന്നദാനത്തിന് പോകുന്നുണ്ട്. ഇപ്പൊ വന്ന് അമ്പലത്തിൽ എവിടെയൊക്കെ അന്നദാനം നടക്കുന്നുണ്ടോ അവിടെയൊക്കെ BJP-ക്കാരുണ്ടാവും എന്നുള്ള അവസ്ഥ ആയിരിക്കുന്നു.
തൊട്ടു മുമ്പ് തൃപ്പൂണിത്തറയിലെ അമ്പലത്തിൽ അഞ്ജലി നായർ നമ്മൾ കണ്ടു. ഇപ്പൊ അത് ഏറ്റുമാനൂരിലെ അമ്പലത്തിൽ ആതിര ഡി നായരും. എനിക്ക് തോന്നുന്നത് ഈ NDA സ്ഥാനാർത്ഥികളുടെ എല്ലാം പ്രചരണത്തിന് മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് അമ്പലമാണെന്നുള്ളതാണ്. അത് പിന്നെ സ്വാഭാവികം മതം പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. ഇനി നമുക്ക് ആതിര ഡി നായരുടെ അമ്പലത്തിലെ ചില പ്രകടനങ്ങളൊന്ന് കണ്ടുനോക്കാം. ക്യാപ്ഷനിട്ട് ഇടും അവിടെ താമരയ്ക്ക് ഞങ്ങൾ വോട്ട് ചെയ്യില്ലെന്ന് സ്ഥാനാർത്ഥിയോട് നേരിട്ട് ഒന്ന് പറഞ്ഞു. പായസം എനിക്ക് 2 ഗ്ലാസ് വേണം. കഴിച്ചോട്ടോ ആതിര കഴിക്കുന്നത് കണ്ടോ? 2 ഗ്ലാസുകൾ 2 ഗ്ലാസ് പായസം കൊടുത്ത് അങ്ങോട്ട് ഒഴിവാക്കി വീട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നൊടിഞ്ഞുകൊണ്ടേ ഇരിക്കും. എന്തായാലും അമ്പലത്തിൽ അന്നദാനത്തിന് വന്നിട്ട് നിങ്ങൾ കഴിച്ചു വിട്ടോ എന്ന് പറയാൻ കാണിച്ച ചേച്ചിന്റെ മനസ്സ് നിങ്ങൾ ആരും കാണാണ്ട് പോരുത്. ഈ BJP-കാരെല്ലാരും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഈ അമ്പലക്കാർ കൊടുക്കുന്ന അന്നദാനത്തിൽ കയറി ഇരുന്നിട്ട് ആ ഫുഡ് വാങ്ങിച്ചിട്ട് നിങ്ങൾ കഴിച്ചോട്ടോ എന്ന് പറയുന്ന പരിപാടി. എന്തായാലും ആതിരക്ക് ഫുഡ് കൊടുത്ത ആളോട് ആതിര തിരിച്ചെന്തോ കോമഡി പറഞ്ഞ സമയത്തുള്ള അങ്ങനെയുടെ എക്സ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. വേണമെങ്കിൽ ഫുഡ് വാങ്ങിച്ച് ഞണ്ണാൻ നോക്കി പെട്ടെന്നുള്ള രീതിയിലുള്ള ഒരു വളിച്ച എക്സ്പ്രഷൻ ഇല്ലേ? എന്ത് പറയാനാണ്? വീണ്ടും വീണ്ടും അപമാനിതരാവാൻ NDA സ്ഥാനാർത്ഥികളുടെ ജീവിതം ഇനിയും ബാക്കി. ഇനി ഇതെല്ലാം കഴിഞ്ഞ് തന്റെ ചില പേഴ്സണൽ മാറ്റേഴ്സ് ആതിര ഡി നായർ നേരെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. നമ്മൾ അന്ന് കേട്ടോക്കാം. ഞാൻ ചോദിച്ചത് കല്യാണ ജീവിതം വിവാഹം അങ്ങനത്തെ പരിപാടി അതിനാണോ പ്രയോറിറ്റി അതോ മറ്റേ ജനസേവനത്തിനാണ് പ്രയോറിറ്റി? ലൈഫിന്റെ ഒരു പ്രയോറിറ്റി തന്നെയാ. രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ ആരും കല്യാണം കഴിക്കില്ലേ? അത് രാഷ്ട്രീയം ഒരു സൈഡില്, നമ്മുടെ ലൈഫ് അതായത് പേഴ്സണൽ ലൈഫ് വേറെ സൈഡില്. തീർച്ചയായിട്ടും കല്യാണം കഴിക്കും. സാറില്ല ചേച്ചി, മെയ് 4 ചേച്ചിക്ക് ഫുൾ ടൈം പേഴ്സണൽ ലൈഫിനോട്ട് വേണ്ടി മാറ്റി വെക്കാൻ പറ്റും. ചേച്ചി പേടിക്കേണ്ട കേട്ടോ. അതിനുള്ള അവസരം ഞങ്ങൾ തന്നെ ഉണ്ടാക്കി തരാം, പൊട്ടിച്ചങ്ങ് കൈ തരാം. ഇനി ചേച്ചി അമ്പലത്തിൽ പ്രചരണത്തിൽ പോയ സമയത്ത് അവിടെ ഉള്ള ഒരു അമ്മച്ചി ചേച്ചിയോട് എന്തോ കുശലം പറയുന്നുണ്ട്. നമ്മ എന്തായാലും അന്ന് കേട്ടോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്നേരം ഞാൻ അവളോട് പറഞ്ഞു, പ്രസന്നയോട് പറഞ്ഞു, നല്ല എനിക്ക് വയ്യ. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകും. അത് കേട്ടാ മതി അമ്മ. എല്ലാ അനുഗ്രഹവും പ്രാർത്ഥന ഉണ്ടാവണം. പറ്റുന്ന പോലെ എല്ലാവരോടും പറയണം. അത്രേ ഉള്ളൂ. പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടാ മതി കേട്ടോ. എന്റെ നാള് ശ്രീരാമന്റെ നാളാ. അതെ, രാമൻ സീതേനും കൂട്ടി വരുന്നുണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ 2 വോട്ടും കൂടെ എക്സ്ട്രാ കിട്ടല്ലോ. അല്ലാണ്ട് എന്തോന്ന് പറയാനാണ് ഇതിനൊക്കെ? ഭക്തി നല്ലതാണ്, പക്ഷെ അത് വോട്ടാക്കി മാറ്റുന്നിടത്താണ് പ്രശ്നം. ഇനി ഇതിനെല്ലാം ഇടയിൽ ചേച്ചി നമ്മുടെ ദേവസ്വം ബോർഡ് മന്ത്രിയെ കുറിച്ച് ഒരു പരാതി പറയുന്നുണ്ട്. അത് നിങ്ങൾ കേൾക്കാണ്ട് പോരുത്, ഒന്ന് കേട്ടു നോക്കി. ഇടയ്ക്ക് ന്യൂസ് കണ്ടിരുന്നു, VN വാസവനെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു അനുഭവത്തെ കുറിച്ചൊന്ന് പറയാം. അത് ആദ്യത്തെ ഏറ്റവും ആദ്യം കണ്ട സമയത്തായിരുന്നു. നമ്മള് അമ്പലത്തില് എവിടെയായിരുന്നു? ചെങ്ങളത്തുകാവിൽ വെച്ചിട്ടല്ലേ? ചെങ്ങളത്തുകാവില് ചെന്നപ്പോ സാറ് എന്റെ ഓപ്പോസിറ്റ് വന്നപ്പോൾ ഞാൻ സാറിനോട് അങ്ങോട്ട് എന്ന് സംസാരിച്ചു. സാർ മനസ്സിലായോ ഞാനാണ് നമ്മുടെ കാൻഡിഡേറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോ സാറ് ആരാ, എവിടെ വീട്? ഞാൻ പറഞ്ഞു ഏറ്റുമാനൂരാണ്. അപ്പോഴത്തേക്കും കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോ എനിക്ക് പെട്ടെന്ന് അത് കേട്ടപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇല്ല സാർ, ഞാൻ സാറിന്റെ ഒരുപാട് പ്രോഗ്രാംസ് ആങ്കർ ചെയ്തിട്ടുള്ള ആളാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഒരു പുച്ഛഭാവത്തിലാണ് ആൾക്ക്, നമ്മളെ ഒന്നും കാര്യമില്ല, നമ്മളെ കാര്യം എന്നുള്ള രീതിയിലാണ് ആൾ അവിടെ പ്രസന്റ് ചെയ്തത്. അത് സ്വാഭാവികം. ആളുടെ ഇതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് വിഷമം തോന്നി. കാരണം ഒരുപാട് പ്രോഗ്രാംസ് ആളുടെ ഞാൻ ആങ്കർ ചെയ്തിട്ടുള്ള, ഞങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ടുള്ളവരാണ്, അങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് അല്ലേ, അപ്പം അറിഞ്ഞില്ല എന്ന് പറയുന്നത് അതും മോശമാണ് സാറിന്റെ. അപ്പൊ സാർ അത്ര പോലും നമ്മുടെ നാടിനെ പറ്റി ശ്രദ്ധിക്കുന്നില്ലേ? ഓപ്പോസിറ്റ് നിൽക്കുന്ന കാൻഡിഡേറ്റ് ആരാന്ന് പോലും അറിയാൻ ഉള്ള ഒരു ഇതില്ല എന്ന് പറയുന്നത് മോശമാണ്. പക്ഷെ എനിവേ അത് കഴിഞ്ഞു, അത് അവരുടെ ഒരിത്, ഞാനും അത് വിട്ടു, അത്രേ ഉള്ളൂ. അതെ, പാവണ്ട് ചേച്ചി, കേട്ടിട്ട് സങ്കടം തോന്നുന്നു അല്ലേ? ഒരു ദേവസ്വം ബോർഡ് മന്ത്രി ചേച്ചിയെ തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ, അതും ഒരു NDA സ്ഥാനാർത്ഥിനെ തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായി പോയത്. അതുകൊണ്ട് എല്ലാരും ആ സങ്കടം മാനിച്ച് ചേച്ചിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. പാവം ചേച്ചി സഹതാപം വെച്ച് വോട്ട് പിടിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. അല്ല, ചേച്ചിനെ ഇതുവരെയുള്ള അടവുകളൊന്നും ഏറ്റില്ല. അപ്പൊ പിന്നെ സഹതാപം ലൈൻ പിടിക്കാന്ന് ചേച്ചി വിചാരിച്ചു കാണും. എന്തൊക്കെ തരം കാട്ടിക്കൂട്ടലുകൾ അല്ലേ? ദേവസ്വം ബോർഡ് മന്ത്രി തന്നെ തിരിച്ചറിയുന്നില്ല എന്നും പറഞ്ഞ് ഇത്ര സങ്കടപ്പെടുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവര് ദിവസവും പല മുഖങ്ങളും കാണുന്നതാണ്. അവർക്ക് ഒരിക്കലും കണ്ട മുഖം എപ്പോഴും ചിന്തിച്ചിരിക്കണം എന്നില്ല. പിന്നെ എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞത് അങ്ങേര് ഇവളെ കളിയാക്കിയതാണെന്ന് തോന്നുന്നു. അത് ഇവൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, മുട്ടൻ കോമഡി ആയിരിക്കുന്ന സംഭവം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ചേച്ചി നല്ല കിടിലനായിട്ട് പാടും കേട്ടോ. ചേച്ചിന്റെ ഒരു പാട്ട് നിങ്ങളൊന്ന് കേട്ടോക്കി. തരളമാം സന്ധ്യകൾ നറുമലർത്തിന്നലിൻ നെറുകയിൽ ചന്ദനം തൊട്ടതാവാ, കുയിലുകൾ പാടുന്ന തൊടിയിലെ തുമ്പികൾ കുസൃതിയാൽ മൂളി പറന്നതാവാ, അണിനിലാത്തിരിട്ട മണിവിളക്ക്
വിളക്കായി മനം അഴകോടെ മിന്നി തുടിച്ചതാവാം. അണിനിലാത്തിരിയിട്ട മണിവിളക്കായി മനം അഴകോടെ മിന്നി തുടിച്ചതാവാം. ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാം. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്നു മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. സബാഷ്. ചേച്ചി കിടലനായിട്ട് പാടുന്നുണ്ട് കേട്ടോ. അത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. ചേച്ചിക്ക് പറ്റിയ പരിപാടി ഇതൊക്കെ തന്നെയാണ്. ഇത് മാത്രമല്ല, നന്നായി ഡാൻസ് കളിക്കും, ക്യൂട്ട്നെസ് വാരി എറിയും. ഇതിനൊക്കെ ബെസ്റ്റ് ആണ് നമ്മുടെ ആതിര ചേച്ചി. ചേച്ചിനെ ഇൻസ്റ്റാഗ്രാം ഐഡി എടുത്ത് നോക്കിയാൽ മതി. എന്റെ അഭിപ്രായത്തിൽ ചേച്ചി ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. പൊളിറ്റിക്സ് ചേച്ചിക്ക് പറഞ്ഞ പരിപാടിയല്ല. ചുമ്മാ വായത്താൾ അടിക്കാന്നല്ലാണ്ട് ചേച്ചിനെ കൊണ്ട് ഇതൊന്നും പറ്റൊന്നുമില്ല. അല്ലെ, നമ്മളുള്ളത് പോലെ പറഞ്ഞല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെ നീളുന്നു ആതിര ഡി നായരുടെ കോമഡികൾ. ഇനി തൽക്കാലം സമയപരിമിതി മൂലം ആതിര ഡി നായരുടെ കോമഡികൾ നമുക്ക് നിർത്താം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത കാൻഡിഡേറ്റിനെ വിളിക്കാം. ജസ്റ്റ് നമ്പർ 3, ഇവരുടെ എല്ലാം രാജാവ്, തല തൊട്ടപ്പൻ, ഇലക്ഷൻ കോമഡികളുടെ മെയിൻ, ദ വൺ ആൻഡ് ഓൺലി അഖിൽ മാരാർ. മാരാർജിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു 2-3 വീഡിയോ ചെയ്യാനുള്ള വകുപ്പുണ്ട്. പക്ഷെ തൽക്കാലം മാരാർജിയുടെ 2-3 വീഡിയോകൾ മാത്രം നമുക്ക് റിയാക്ട് ചെയ്യാം, കാരണം അതിനുള്ള സമയം നമുക്കുള്ളൂ. നമുക്ക് ആദ്യം മാരാർജി പണ്ട് ജനകീയ കോടതിയിൽ വന്ന് പറഞ്ഞ ഡയലോഗ് ഒന്ന് കേട്ടോക്കാം. എനിക്ക് ബിജെപിയുടെ എല്ലാ നയങ്ങളും ഉൾക്കൊള്ളാൻ പറ്റും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിൽ മാരാർ സ്ഥാനാർത്ഥിയാണ്. ആണോ? ഞാൻ ഒരു ഒക്ടോബറിൽ എന്റെ ഒരു സിനിമ ഷൂട്ടിംഗ് ഉണ്ട്. നമ്മൾ ഈ സിനിമയായിട്ട് പോകും. സ്ഥാനാർത്ഥി അല്ലാന്ന് പറയില്ല. സ്ഥാനാർത്ഥി അല്ലാന്ന് പറയില്ല. എനിക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാന്ന് പറയാം. കോൺഗ്രസ് സമീപിച്ചാൽ വേണമെങ്കിൽ ഞാൻ മത്സരിക്കാന്ന് പറയാം. കോൺഗ്രസ് സമീപിച്ചാൽ അതിനപ്പുറത്തേക്ക് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവർ സമീപിക്കാൻ തോന്നുന്നില്ല. ഞാൻ ചിലപ്പോൾ അവരെയും വിമർശിക്കും. ബിജെപി സമീപിച്ചാൽ അവരെയും വിമർശിക്കും. എനിക്ക് ബിജെപിയുടെ എല്ലാ നയങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തായാലും രാഷ്ട്രീയം ബിജെപിയുടെ വർഗീയത മാറ്റി വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം സപ്പോർട്ട് ചെയ്യും. പക്ഷേ വർഗീയത കിടക്കുന്നത് അതാണ് അവരുടെ ബേസ്. അവസാനം പറഞ്ഞത് കറക്റ്റ് ആണ്. വർഗീയതയാണ് ബിജെപിയുടെ ബേസ് എന്നുള്ളത്. എന്നാൽ ഇങ്ങനെയൊക്കെ പണ്ട് ഡയലോഗ് അടിച്ച മനുഷ്യനാണ് ഇപ്പൊ അതാ ബിജെപിക്ക് വേണ്ടി മത്സരിക്കാൻ പോയേക്കുന്നു. ഇതോടൊക്കെ തന്നെയാണ് ഇങ്ങനെ നിലപാട് സിംഗെന്ന് വിളിക്കുന്നത്. ഇനി ഇങ്ങേരുടെ അടുത്തൊരു പഴയ കാര്യം ലൈവ് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇനിയും പാടി 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 എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വതന്ത്രമായിട്ട് മത്സരിച്ചോളാം. ഞാൻ പണ്ടും ഒരു തവണ സ്വന്തമായിട്ട് ജയിക്കും തോക്കും എന്നുള്ളതൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത് പറയാൻ ഞാൻ മാത്രം മതി. ആദ്യം നമുക്കൊരു നിലപാട് വേണം. ഇന്ന പാർട്ടിയിലാണെന്ന് നട്ടല് വിളയ്ക്കാതെ പറയാൻ കഴിയണം. നട്ടല് വിളയ്ക്കാതെ അഭിമാനബോധത്തോടുകൂടി പറയുന്നു, ഞാൻ ഒരു പാർട്ടിയിലുമില്ല. അത് ശരി. ഇപ്പൊ എന്ത് പറ്റി മാരാറെ? ആ നട്ടെല്ലങ്ങ് വളഞ്ഞു പോയോ? ഇങ്ങനെയാണെങ്കിൽ ഇനിയും ഒരുപാട് നട്ടെല്ല് വളയ്ക്കേണ്ടി വരുമല്ലോ അഖിൽ മാരാറെ. അഖിൽ മാരാറിന് ഇനിയിപ്പോ അതിനെ സമയം കാണത്തുള്ളൂ. നിങ്ങൾ ഇനി എത്രയൊക്കെ എന്നെ പാടി പാടി സംഖ്യ ആക്കാൻ നോക്കിയാലും എനിക്ക് സംഖ്യ ആകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നൊക്കെ തട്ടിവിട്ട ആളാണ്. ഇപ്പൊ എന്ത് പറ്റി? കഴിഞ്ഞില്ല. ഇനി 2025 ഇങ്ങേരുടെ ഒരു ഡയലോഗ് നമുക്കൊന്ന് കേട്ടോക്കാം. എതിരാളിയുടെ കരുത്ത് നിങ്ങൾ മനസ്സിലാക്കൂ. എതിരാളിയുടെ കരുത്ത് തിരിച്ചറിഞ്ഞിട്ട് അയാളെ അഭിനന്ദിച്ചുകൊണ്ട് മത്സരിച്ച് ജയിക്കും. എന്തിനാണ് ആക്ഷേപിക്കുന്നത്? ഞാൻ രോഹിത് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ രോഹിത്തിനെ എന്തിനു ആക്ഷേപിക്കണം? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ പേഴ്സണലി ഒരിക്കലും ചെയ്യില്ല. ഞാൻ നിന്നെ അംഗീകരിച്ചുകൊണ്ട്, നിന്റെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട്, നിന്നേക്കാളും മികച്ച രീതിയിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജനത്തിനോട് പറയുകയും എനിക്ക് ചെയ്യാൻ പറ്റാത്ത അതിനെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ രോഹിത്തിനാണ് ചെയ്യാൻ പറ്റുന്ന രോഹിത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ജനം തീരുമാനിക്കും നമ്മൾ ആ വോട്ട് ചെയ്യണമെന്ന്. എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യമായ തമ്മിലടി? പൊളിറ്റിക്സിൽ എന്തിനാണ് തമ്മിലടി? പരസ്പരം അംഗീകരിച്ച് നമുക്ക് മത്സരിക്കാമല്ലോ. അതെ, ആ പറഞ്ഞത് കറക്റ്റാണ്. എതിരാളിയുടെ ശക്തി മനസ്സിലാക്കി അതിന് മുകളിൽ നമുക്ക് നിൽക്കാൻ പറ്റണം. അവിടെയാണ് നല്ലൊരു സ്ഥാനാർത്ഥി ഉണ്ടാവുന്നത്. അല്ല അഖിൽ മാരാറെ, പൊളിറ്റിക്സിൽ തമ്മിലടി പാടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആള് 2026 പറഞ്ഞ ഡയലോഗുകളൊന്ന് കേട്ടു. എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത് രമേശ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണോ? അത് സിനിമയിൽ അഭിനയിക്കുന്ന കാശുണ്ടാക്കുന്നു, അയാൾ ലക്ഷറി ലൈഫ് ജീവിക്കുന്നു, അയാൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിന്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്നു, കോൺഗ്രസിന്റെ ഒരു സഹയാത്രിക എന്ന നിലയിൽ പുള്ളിയെ അവിടെ മത്സരിപ്പിക്കുന്നു. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? അതെ, എതിരാളിനെ കുറ്റം പറയാൻ പാടില്ല. എതിരാളിന്റെ ശക്തി മനസ്സിലാക്കി അതിന് മുകളിൽ നിൽക്കണമെന്ന് 2025 പറഞ്ഞ ആളാണ്. ഇപ്പൊ 2026 ചെയ്ത പരിപാടി കേട്ടില്ല നിങ്ങൾ? എതിരാളിനെ പച്ചക്ക് കുറ്റം പറയാം. ഇതൊക്കെ എങ്ങനെയാണോ പോയി സാധിക്കുന്നത്? ഇതിപ്പോ വന്ന് അഖിൽ മാരാറുടെ ഇത് മാറ്റാത്ത എന്തെങ്കിലും നിലപാടുണ്ടോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ ആയിരിക്കുന്നു. കാരണം ഉപരി പണ്ട് പറഞ്ഞതൊക്കെ ഇപ്പൊ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ബിജെപിയിലേക്ക് വന്നതിന് ശേഷം. എന്തായാലും ഇനി അവസാനമായി നമ്മുടെ അഖിലേട്ടന്റെ പ്രചരണത്തിന് പോയ സമയത്തുള്ള ചില പ്രകടനങ്ങളൊന്ന് കണ്ടുനോക്കാം. ഞാൻ എവിടെ ഇറങ്ങിയാലും നിങ്ങളുടെ മെയിൻ പണി വണ്ടി ഉത്തരവാദിത്തത്തോടെ നോക്കുന്നുണ്ടായിരിക്കണം.
അതെ ജനസാഗരാണ് അവിടെ. അതുകൊണ്ട് അഖിലേട്ടൻ തന്നെ ഇറങ്ങി ബ്ലോക്ക് മാറ്റേണ്ട അവസ്ഥ ആയിക്കണം അവിടെ. ഇവിടെ അലൻ ജോസ് പെരേര വന്നാൽ പോലും ഇതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ കാണില്ലോ. ആരില്ല അവിടെ. പിന്നെ യൂസ്വലി റോഡിൽ ഉണ്ടാവുന്ന ഒരു ട്രാഫിക് അവിടെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ മൂപ്പരൊക്കെ ഒരു പ്രത്യേക ഷോ ഓഫ് എന്തൊക്കെ കാണണല്ലേ. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പറയാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇനി അടുത്ത പാർട്ടായിട്ട് പരിഗണിക്കാം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.